ഞാനിപ്പോൾ നിൽക്കുന്ന ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ്. എൻ്റെ കുട്ടി കുളിക്കുന്നതിനിടയിൽ കനാലിൽ ചാടി കഴുത്തിൻ്റെ നട്ടലിന് പൊട്ടലേറ്റിട്ടുണ്ട്. 12 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. നാട്ടുകാർ സഹായിച്ച് 3-3.5 ലക്ഷം രൂപ ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് ഓപ്പറേഷന് പൈസ വേണമെങ്കിൽ ഈ വീഡിയോ കണ്ട് സഹായിക്കണം. എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്യാമലംപൂരാണ്. ഞാനിപ്പോൾ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്റെ കൂടെയുള്ള ഈ ചേച്ചിയുടെ മോന് വിഷ്ണുപ്രസാദ് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കുഞ്ഞ് തോട്ടിലേക്ക് കുളിക്കാൻ പോയതായിരുന്നു. അബദ്ധവശാൽ തോട്ടിൽ വീണ് നട്ടെല്ലിന് പൊട്ടലേറ്റിരിക്കുകയാണ്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് സർജറി പറഞ്ഞിട്ടുണ്ട്. അതിന് 12 ലക്ഷത്തോളം രൂപയാണ് ഹോസ്പിറ്റലിന് എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ കുഞ്ഞിന്റെ അച്ഛന് ഒരു ഹോട്ടൽ ജീവനക്കാരനാണ്. അദ്ദേഹത്തിനെ കൊണ്ട് സർജറിക്ക് ആവശ്യമായ ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇത്തരത്തിലൊരു സഹായ അഭ്യർത്ഥനയുമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം, അത് എത്ര ചെറുതാണെങ്കിലും ഈ പൊന്നുമോന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അഡ്വക്കേറ്റ് സന്ധ്യാപോൾ പ്രകാശ്, തിരുമാറാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ പാണുകുന്നേൽ വീട്ടിൽ ബിബിൻ ഉഷ ദമ്പതികളുടെ മകൻ വിഷ്ണുപ്രസാദ് 14 വയസ്സുള്ള കുട്ടി കഴിഞ്ഞ ദിവസം കനാലിൽ കുളിക്കാൻ ഇറങ്ങുന്നതിനിടയിലുണ്ടായ അപകടത്തെ തുടർന്ന് കഴുത്ത് അസ്ഥികൾ ഒടിഞ്ഞ് സ്പൈനൽ കോഡിന് ഗുരുതരമായി പരിക്കേറ്റ് ആദ്യം കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലും അതിനുശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി നിലവിൽ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലും ചികിത്സയിലാണ്. ഹോട്ടൽ ജീവനക്കാരനായ ബിബിനും അതോടൊപ്പം തന്നെ തയ്യൽ ജീവനക്കാരിയായ ശ്രീമതി ഉഷയ്ക്കും ഈ ചികിത്സാ ചെലവുകൾ താങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ നല്ലവരായ നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായത്തോടുകൂടി മാത്രമേ ചികിത്സാ ചെലവുകളുമായി ഈ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി നമ്മുടെ എല്ലാവരുടെയും കരുണയ്ക്കും സാമ്പത്തിക സഹായത്തിനുമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ബിബിന്റെ വിഷ്ണുപ്രസാദിന്റെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഏവരുടെയും സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു അഭ്യർത്ഥനയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്.